നമസ്കാരം. നമ്മളിപ്പോൾ മാനന്തവാടിയിലുള്ള ഒരു അടിപൊളി തേയിലത്തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു ബഡ്ജറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. ഇന്നലെ നമ്മൾ ഈവനിങ് ഏകദേശം 7 o'clock ഇവിടെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ, അതുകൊണ്ട് രാത്രിയത്തെ ഈവനിങ്ങിലെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഇവിടെ മോർണിംഗ് സൂപ്പർ ആട്ടോ. ഫുൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, മഞ്ഞ് മൂടിക്കിടക്കുന്ന സുപ്രഭാതം. ഏകദേശം 6 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്ന ആ ഒരു കാഴ്ച അതിമനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടെ പൂളുണ്ട്, ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്ന അതാണ്. സോ എല്ലാവർക്കും മൈ ട്രിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിവിടെ എത്തുമ്പോൾ സമയം രാത്രി 7:30 ആയി, ഡിന്നർ ടൈം ആയിരിക്കുന്നു. ട്വിൻ കോട്ടയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 2 റൂംസുള്ള കോട്ടയാണ്. സെപ്പറേറ്റ് മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് ഒരു ഭാഗത്താണ് ഈ കോട്ടേജ് വരുന്നുള്ളത്. ഇവിടെ 2 റൂംസ് ഉണ്ട്, പുറത്തൊരു വരാന്തയുണ്ട്. അവിടെ ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് തരും. അവിടെ തന്നെ ഒരു ക്യാരംസ് കളിക്കേണ്ട ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഉണ്ട് ഇതിന്. 2 ഫാമിലി, അതായത് 4 പേർക്ക് 7,000 rupees ആണ് ഇതിന്റെ ചാർജ് വരുന്നുള്ളത്. ഇവിടുത്തെ പ്രൈവസിയാണ് കേട്ടോ ഈ ടിൻ കോട്ടേജിനെ വ്യത്യസ്തമാക്കുന്നത്. മറ്റുള്ള റൂമുകളെ ഞാൻ രാവിലെ കാണിച്ചിരുന്നുണ്ട്. മോർണിംഗ് ആവുമ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള വിഷ്വൽസ് ഇതാണ്. ചുറ്റും കോടമഞ്ഞാണ്. നമ്മൾ ഗ്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ, റൂമിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ പുറത്തേക്കുള്ള കാഴ്ച ഇതാണ്. ഏകദേശം സമയം ഇപ്പോൾ 6 മണിയായി. നല്ല മഞ്ഞുണ്ട് പുറത്ത്. ഓക്കെ, റൂമിൻ്റെ പുറത്ത് ബാൽക്കണിയിൽ നിന്നും നല്ല വിഷ്വൽസ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ മൂടൽ മഞ്ഞ് അങ്ങനെ പോവും. സോ നേരത്തെ എഴുന്നേക്കാൻ നോക്കുക, കിടന്നുറങ്ങരുത്. ഹായ്, ഗുഡ് മോർണിംഗ്. തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടി നടക്കാനായിട്ട് ഇതുപോലുള്ളൊരു ബ്രിഡ്ജ് മോഡലാണ് ഈ റിസോർട്ടിൽ മുഴുവനും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ സ്നാക്സ് അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു സ്പോട്ടാണ്. ആൻഡ് മോർ ഓവർ ഇവിടെയാണ് BBQ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഈ പ്രോപ്പർട്ടി ഉള്ളത് വയനാട് മാനന്തവാടി പെരിയാന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കുറച്ച് അകത്തോട്ട് പോകാനുണ്ട് മെയിൻ റോഡിൽ നിന്ന്. വലിയ ബസ്സുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. മിനി ബസ്സുകൾക്ക് വരാം, വലിയ ബസ്സുകൾക്ക് വരാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഇവിടുന്ന് ഒരു പിക്കപ്പ് അറേഞ്ച് ചെയ്ത് പിക്കപ്പിൽ കൂടി ഇങ്ങോട്ടേക്ക് എത്തേണ്ടതാണ്. അത് എക്സ്ട്രാ ചാർജബിൾ ആണ്. അപ്പോൾ വലിയ ബസ്സുകളിൽ വരുമ്പോൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടുത്തെ ഏറ്റവും സുന്ദരമായ കാര്യം ഇവിടുത്തെ ഈ ഒരു പ്രഭാതം തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന സുന്ദരമായ ഈ തേയിലത്തോട്ടം നമുക്ക് കാണാം. ഇവിടെ മൊത്തമായിട്ട് 6 മുറികളും ഒരു ഡോർമിറ്ററി റൂമാണ് ഉള്ളത്. ആ റൂംസൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഈ പൂൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരത്തേക്കുള്ള വാലി കാണാൻ പറ്റും ഈ പൂളിൽ ഇറങ്ങിയിട്ട്. അതൊരു മനോഹരമായൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. നമ്മളെ വണ്ടി ഇവിടെ പൂളിൻ്റെ സൈഡിലായിട്ടുള്ള ചെറിയ റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് ലൊക്കേഷൻ ഇതല്ല, പാർക്കിംഗ് സ്പോട്ട് ജസ്റ്റ് ഒരു 60 മീറ്റർ താഴോട്ടാണ്. അപ്പോൾ പക്ഷേ നമ്മൾക്ക് ആക്ച്വലി വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രി വന്നതുകൊണ്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് മുകളിലോട്ട് എടുത്തു. ഈ വഴിയിലൂടെയാണ് നമ്മൾ മുകളിലോട്ട് റിസോർട്ടിലേക്ക് കയറി പോകേണ്ടത്. ശരിക്കുള്ള പാർക്കിംഗ് സ്പോട്ട് ഇതാണ്. ഇവിടെ ഒരുപാട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നുള്ളത് ഈ ഒരു വാച്ച് ടവർ ആണ്. പ്രീമിയം കോട്ടേഴ്സിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഈ മോർണിംഗ് ഒക്കെ തികച്ചും പൂർണ്ണമായും ഈ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് കാണാം. ഇവിടുന്ന് ഏകദേശം എല്ലാ ഭാഗവും കാണാം കേട്ടോ. ഇത് ഇവിടുത്തെ വാച്ച് ടവർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാം. പിന്നെ നേരെ താഴെ ആ ഭാഗത്താണ് നമ്മുടെ പൂള് വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പൂളും കാണാം. പിന്നെ ആക്ച്വലി നമ്മുടെ റൂം ഇതിൻ്റെ ഈ ഒരു ഇത് ആക്ച്വലി ഇവിടുത്തെ പ്രീമിയം കോട്ടേഴ്സാണ്. ഇതിൻ്റെ മുകളിൽ ഡോർമിറ്ററി സ്റ്റേ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ വീഡിയോസിൽ. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ 2 bedroom ട്വിൻ കോട്ടേജ് വരുന്നത്. സോ ഇതാണ് വ്യൂ, അതിമനോഹരമായ വ്യൂ. അങ്ങ് അവിടെ ഒരു ഡോം കാണുന്നുണ്ടോ അറിയില്ല, ഡോം സ്റ്റേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഈ പ്രോപ്പർട്ടിയുടെ അല്ല, വേറെ ഏതോ ആണ്.
നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കാണാനാണ്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സൊക്കെ കയറിയിട്ട് ഒരു ഹൈറ്റിലുള്ള ഭാഗത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുള്ളത്. നല്ല വ്യൂ ഉള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ, നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് നല്ലൊരു വൈബ് തന്നെയാണ്. താഴെയും ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട്സ് ഉണ്ടെങ്കിലും ഇവിടെ വന്നിരുന്നാലും കഴിക്കാം. പ്രീമിയം റൂംസ് എടുക്കുന്നവർ മോസ്റ്റ്ലി ഈ ഒരു ഭാഗത്ത് ഇരുന്നാൽ കഴിക്കുന്നുള്ളത്. സമയം ഏകദേശം 7:30 ആയി. മഞ്ഞൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ തുടങ്ങി. ദൂരത്തേക്കുള്ള വിഷ്വൽസൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് പ്രോപ്പർട്ടിയുടെ തന്നെ തേയിലത്തോട്ടമാണ് ഇതിൻ്റെ ചുറ്റും ഉള്ളത്. അപ്പോൾ അതിലൂടെ നടക്കുന്നത് കൊണ്ട് പ്രൈവസി ഇഷ്യൂ ഇല്ല. മറ്റൊരു പ്രോപ്പർട്ടിയിൽ നമുക്ക് കയറുന്നൊന്നുമല്ല. അപ്പോൾ അതിലൂടെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. ആ ഒരു വൈബ് നമുക്കിവിടെ കിട്ടും. മഞ്ഞൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ ഈ സൂര്യോദയം കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാട്ടോ. നെക്സ്റ്റ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ അറൗണ്ട് 9 o'clock ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ബ്രെഡ് ആൻഡ് ജാം, പൂരി, നെയ്പത്തിരി, പുട്ട്, അങ്ങനെയുള്ള മോർണിംഗ് കേരള ഫുഡായിരുന്നു എക്സെപ്റ്റ് ബ്രെഡ് ആൻഡ് ജാം. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു. സോ ഇതാണ് നമ്മുടെ പ്രീമിയം റൂംസ് വരുന്ന സെക്ഷൻ. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സെക്ഷനിൽ ഇവിടെ ഒരു ഡോർമെട്രി ഉണ്ട്. പിന്നെ ബാക്കിലായിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതൊക്കെ ഈ ഒരു കോംപ്ലക്സിൻ്റെ അകത്താണ് വരുന്നുള്ളത്. സോ നമ്മൾ ആദ്യം ഇവിടുത്തെ ആ ഒരു ഡോർമിറ്ററി സെക്ഷൻ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. 15% കപ്പാസിറ്റി ഉള്ള ഡോർമിറ്ററി ആണ്. നല്ല വ്യൂ ഉണ്ട്. 180 ഡിഗ്രി വ്യൂ ഉള്ള ഒരു റൂമാണ്. ഫുൾ വലിയ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ താമസിച്ച് ഇവിടുത്തെ പ്രീമിയം കാറ്റഗറീൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെ റൂമാണ്. സോ അതിൻ്റെ ഭംഗി ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ആക്ച്വലി. ഇപ്പോൾ അത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ വി ക്യാൻ സീ ദ വാലീസ്. ഓക്കെ, താഴെയുള്ള പൂളും വാലീസും പിന്നെ അങ്ങ് ദൂരമുള്ള കോട്ടേഴ്സൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റേറ്റ് സീസണിലാണ്. ഹോളിഡേയ്സിൽ വേരിയേഷൻസ് ഉണ്ടാകാം. സ്പെഷ്യലി ഓണം ഹോളിഡേയ്സ്, അതുപോലെ തന്നെ ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ 1000 പെർ ഹെഡ് ആണ് ഇതിന് റേറ്റ് വരുന്നുള്ളത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഇവിടെ ആക്ച്വലി ബാൽക്കണിയോടെയുള്ളൊരു പ്രീമിയം റൂം ഉണ്ട്. ഇതിന് താഴെ വേറെ പ്രീമിയം റൂംസ് ഉണ്ട് കേട്ടോ. ഈ ബാൽക്കണിയിലോടെയുള്ള പ്രീമിയം റൂംസ് ആയിരിക്കും മറ്റുള്ളതിനേക്കാളും രസം. ഇവിടെ ടോട്ടൽ 4 പ്രീമിയം റൂംസാണ് വരുന്നുള്ളത്. 2 എണ്ണം താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലും 2 എണ്ണം ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നുള്ളത്, റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു റൂമിന് പെർ കപ്പിൾ 4000 രൂപയാണ് ചാർജ് വരുന്നുള്ളത്. അത് ഷെയറിംഗ് ബേസിസിൽ 4 പേര് ഷെയർ ചെയ്യുമ്പോൾ 1250 പെർ ഹെഡാണ് ഇവിടുത്തെ ചാർജ് വരുന്നുള്ളത്. സീസണിലാണ് വേരിയേഷൻസ് ഉണ്ടാകാം. ഇത് നോർമൽ ഡേയ്സിലെ റേറ്റാണ് ഞാൻ പറയുന്നുള്ളത്. ഡെഫിനറ്റ്ലി നമ്മൾ സ്റ്റേ ചെയ്ത ട്വിൻ കോട്ടേജിനേക്കാളും കൂടുതൽ സ്പേഷ്യസ് ആണ് ഈ റൂം. കൂടുതൽ ഭംഗിയും ഈ റൂം തന്നെയാണ് കേട്ടോ. ട്വിൻ കോട്ടേജ് ആക്ച്വലി ഒരു പ്രൈവസി നൽകുന്നുണ്ടെങ്കിലും ഇവിടെ ആക്ച്വലി സ്പേസും ലക്ഷറിയും കൂടുതലാണ്. നമ്മൾ പൂളിൽ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം സമയം 9:30 ആയിരുന്നു. നല്ല വ്യൂ ആട്ടോ പൂളിൽ നിന്ന്. ഇൻഫിനിറ്റി പൂൾ ആയതുകൊണ്ട് തന്നെ ദൂരത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി വി എൻജോയ്ഡ് സ്വിമ്മിങ് ഹിയർ. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഈ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോയുടെ പല ഭാഗത്തായി ഞങ്ങളുടെ നമ്പർ കാണാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയും ഈ പ്രോപ്പർട്ടിയും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.